ഇസ്രാറ ഇന്നെങ്കിലും ഈ തള്ളി മറിച്ചിരിക്കാതെ ഞങ്ങൾക്ക് ബീഫ് കൊണ്ട് ഒരു മധുബൂത്ത് ഉണ്ടാക്കി തരുമോ? അത് നമുക്ക് ഉണ്ടാക്കാം. സാധനം സെറ്റാക്കിയാ നിങ്ങൾ അങ്ങനെ വെച്ചാൽ നമുക്ക് കുറച്ച് ബ്രോസ്റ്റും അതിന്റെ കൂടെ അൽഫാമും കൂടെ ഉണ്ടാവാൻ വെച്ചാൽ അതും കൂടെ നല്ലതായിരുന്നു. അത് പൊളിക്കും. അതിനിപ്പോ സമയം കുറെ പിടിക്കൂലേ? അതിനല്ല കുട്ടി നമ്മളെ ഫ്രോച്ചിന്റെ ആപ്പിൽ അതിൽ കയറി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് സാധനം നമ്മളെ സ്പോട്ടിലേക്ക് എത്തും. വളരെ ഫാസ്റ്റിംഗ് ആണ് ഇവരെ സർവീസിങ്. ഓർഡർ ചെയ്ത ഉടനെ ഡെലിവറി ബോയ് ലൊക്കേഷനിലെത്തി. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഫ്രോച്ചിന്റെ അൽഫാം കിറ്റ് എത്തിയിട്ടുണ്ടോ? ഇതിൽ ചാർക്കോളിന്റെ ഒരു പാക്ക് വരും. ഇനി ഗ്രില്ലില്ലെങ്കിൽ അത് വരെ എത്തിച്ചേരും. കുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ ഓർഡർ ചെയ്ത വേറെ ഫ്രോച്ചിന്റെ റൈറ്റ് ആണ് ഈ ഡ്രം സ്റ്റിക്ക് കേട്ടോ. ഇതും എത്തിയിട്ടുണ്ട് ഇവിടെ. ഇതും ഫ്രോച്ചിന്റെ വേറെ റൈറ്റ് ആയിട്ടില്ല ചിക്കന്റെ ചില്ലി കട്ട്. ഇതും നമ്മൾ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് അതേപോലെ നമ്മളെ ഫ്രോച്ചിന്റെ ബ്രോസ്റ്റ് കിറ്റ് ആണ് കേട്ടോ. ഇതിൽ ബ്രോസ്റ്റിന്റെ പൗഡറും മയോണൈസും കെച്ചപ്പും ഫ്രഞ്ച് ഫ്രൈസ് അടക്കം നല്ല അടിപൊളി ബ്രോസ്റ്റിന്റെ ഒരു കിറ്റ്. അപ്പൊ നമ്മളെ ഫ്രോച്ചിന്റെ അൽഫാം കിറ്റ്, അൽഫാം പീസ് എടുത്തിട്ട് നമ്മളെ ഗ്രില്ലില് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഫ്രോച്ചിന്റെ ചാർക്കോളിൽ ഗ്രില്ല് ചെയ്തിട്ട് റെഡിയാക്കാട്ടോ. അങ്ങനെ നമ്മുടെ ചങ്കിന്റെ ബീഫ് മധൂത്ത് റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. കൂടെ ഫ്രോച്ചിന്റെ അൽഫാമും ഡ്രം സ്റ്റിക്കും ചിക്കൻ ചില്ലി കട്ടും. ഇല വിരിച്ച് സൈഡുകൾ നിരത്തി ബീഫ് മധൂത്തും എത്തി. നോക്കാം നമ്മളെ അൽഫാം സെറ്റാട്ടോ. അൽഫാം സെറ്റാണ്. പറഞ്ഞു കേട്ടതുപോലെ തന്നെ ഫ്രോച്ചിന്റെ അൽഫാം എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ബ്രോസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി സാധനമാണ്. ഇത് ചില്ലി കട്ട് സൂപ്പർ സാധനം. ഇത് അൽഫാം പൊളി.